ഫൈൻ ട്രൂത്ത് ഫ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം അപ്പച്ചൻ. ഇപ്പം ഞാൻ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ജീവൽ പ്രധാനമായ കാര്യം എന്ന് പറയാം. അങ്ങനെ പറയാൻ കാരണം ഈ ഓക്സിജന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതറിയണമെങ്കിൽ നമ്മൾ വാ പൊത്തിപ്പിടിച്ച് കുറച്ച് നേരം ഇരുന്നാൽ അതല്ല, അല്ലെങ്കിൽ ശ്വാസം പിടിച്ചിരിക്കാൻ എത്ര സമയം നമുക്ക് കഴിയും? 1 മിനിറ്റൊക്കെ ചില ആളുകൾ, ചില അല്പം കൂടെ ഇരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ബ്രീത്ത് ചെയ്യണം. ഈ ബ്രീത്ത് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓക്സിജൻ്റെ അളവ് നമുക്ക് ശരീരത്തിൽ ലഭിക്കണമെന്നുള്ളതുകൊണ്ടാണ്, അല്ലേ? ആ ജീവൽ പ്രധാനമായെന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. അപ്പോൾ ഓക്സിജൻ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ ഓക്സിജൻ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെങ്കിലും ഓക്സിജൻ നേരിട്ട് ശ്വസിച്ചാൽ അത് ഹാനികരമാണ്. ഓക്സിജൻ നല്ല എന്നുള്ളതല്ല ശരിയാണെങ്കിൽ പോലും 24 മണിക്കൂർ നമ്മൾ തുടർച്ചയായിട്ട് ഓക്സിജൻ, പ്യൂർ ഓക്സിജൻ തന്നെ ശ്വസിക്കുകയാണെങ്കിൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കും, കോമ സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ അത്ര സീരിയസ് ആണ്. നമ്മുടെ ശരീരത്തിലെ മറ്റ് ഓർഗാൻസിനെ അല്ലാതെ നശിപ്പിച്ച് കളയും. അപ്പോൾ ഈ ഒരു 12 മണിക്കൂർ പോലും നമുക്ക് പ്യൂർ ഓക്സിജൻ തന്നെ ശ്വസിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ ശരീരത്തിന് ഡാമേജാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഇത് ഇപ്പം എങ്ങനെയാണ് നമുക്ക് ഇത് അഡ്ജസ്റ്റായി പോകുന്നത്? ഇപ്പോൾ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പം എങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റായി പോകുന്നത്? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ്റെ അളവും മറ്റ് വാതകങ്ങളുടെയും ഒക്കെ അളവൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും എന്താണ് സംബന്ധിച്ച്. ഇപ്പോൾ ഈ സീ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. സീ ലെവലിലുള്ള ഓക്സിജൻ്റെ ഒരു അളവ് എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ സീ ലെവലിലാണെങ്കിൽ അത് 20.9% ഓക്സിജൻ ഉള്ളത്. അപ്പോൾ അതിച്ചിടെ ഹൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു കുറേ കൂടെ നല്ല ഉയരത്തിലാണെങ്കിൽ അതിൻ്റെ ശതമാനം പിന്നെയും ഒരു 15-20% കുറയും. അത് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ഓക്സിജൻ്റെ അളവ് കുറയും. സീ ലെവലിലാണ് ഇത് 20.9 ഉള്ളത്. അവിടെയാണല്ലോ നമ്മൾ ഏകദേശം മിക്ക ആളുകളും വലിയ വ്യത്യാസമില്ലാത്തൊരവസ്ഥയില്ല. സീ ലെവലിൽ നിന്ന് വലിയൊരു വ്യത്യാസം അല്ല. അപ്പോൾ ചെറിയൊരു വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ. അത് നമ്മളെ ബാധിക്കില്ല. എന്നാൽ വെള്ളത്തിൽ 5 മുതൽ 15 ppm വരെയാണ് ഓക്സിജൻ്റെ അളവ്. ഈ ppm എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് കണക്കാക്കുന്നൊരു മെഷർമെൻറ്റ്. ആ മെഷീൻ അങ്ങനെയാണ് പറയുന്നത്, ppm എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് 5 മുതൽ 15 ppm വരെയാണ് ഉള്ളത്. പക്ഷേ ഈ 5 ppm താഴെ 4 കുഴപ്പമില്ല. 4ലും താഴെ ആണ് വെള്ളത്തിലെ ഓക്സിജൻ്റെ കണ്ടന്റ് എങ്കിൽ മീൻ പോലും ഇവിടെ ജീവിക്കില്ല, മീൻ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വെള്ളത്തിൽ 5 മുതൽ 15 ppm വരെ വെള്ളത്തിലുണ്ട് ഫ്രഷ് വാട്ടറിൽ. അതേപോലെ സാൾട്ട് വാട്ടറിലാണെങ്കിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. സാൾട്ട് വാട്ടറിലാണെങ്കിൽ 5 മുതൽ 15 വരെയും അവിടെയും ഉണ്ട്. പക്ഷേ ഉപ്പുവെള്ളത്തിലൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഉപ്പുവെള്ളത്തിൽ ആ ഒരു അളവിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ കഴിയും. ഇനി ഓക്സിജൻ്റെ അളവ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 20.9 ആണല്ലോ. എന്നാൽ നൈട്രജൻ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഈ അന്തരീക്ഷത്തിലുള്ള എയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒട്ടനവധി സംഗതികളുണ്ട്. ഒന്ന് ഓക്സിജൻ ഉണ്ട് 20.9%, പിന്നെ നൈട്രജൻ 78.8% ഉണ്ട്. 78.08% നൈട്രജനാണ്. അപ്പോൾ നൈട്രജനാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ആർഗോൺ എന്ന് പറഞ്ഞ ഗ്യാസ് ഉണ്ട്. അത് വരുമ്പോൾ ഏതാണ്ട് ഒരു ശതമാനത്തിനടുത്തേ ഉള്ളൂ, 90.93% അതേ ഉള്ളൂ. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡാണ് 0.04% അതുള്ളൂ. പിന്നെ വാട്ടർ വെപ്പർ ഉണ്ടാവും. കാരണം ഈ അന്തരീക്ഷത്തിൽ ഈ വെപ്പറിൻ്റെ ഉണ്ട്, വെള്ളത്തിൻ്റെ അളവ്, വാട്ടർ വെപ്പർ, അത് 1% വരും. പിന്നെ അതർ ഗ്യാസസ്, ഈ ആർഗോൺ കൂടാതെ മറ്റ് ഗ്യാസുകളുണ്ടാക്കി. അപ്പോൾ അതെല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ 0.05% ആണ് അതുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്കൊരു 100 കിട്ടും. അങ്ങനെയാണ് ഈ ഒരു എയറിൽ ഇതിൻ്റെ അളവ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ബ്രീത്ത് ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള ഇത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ അനേകം ചിന്തിക്കുന്നത് ബ്രീത്ത് ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ളിലേക്ക് പോയി ഓക്സിജൻ മാത്രം നമ്മൾ എടുക്കും, ബാക്കിയെല്ലാം നമ്മൾ പുറന്തള്ളപ്പെടും എന്നാണ് നമ്മളുടെ ഒരു കണക്കുകൂട്ടിയിരിക്കുന്നത്. പക്ഷേ നൈട്രജനും വേണം. നൈട്രജൻ ഇല്ലെങ്കിൽ, നൈട്രജൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഓക്സിജൻ തന്നെ ശ്വസിച്ചാലുള്ള ആ ടോക്സിൻസ് ഒഴിവാക്കാൻ തന്നെ കഴിയും. നമ്മുടെ പല ഫങ്ഷൻസുകൾക്കും, ബോഡി ഫങ്ഷൻസിനും പിന്നെ നൈട്രജൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലെൻഡിങ്ങിലാണ്
സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ശ്വസിക്കുമ്പോൾ കുഴപ്പമില്ലാണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഹോസ്പിറ്റലിൽ ആളുകൾക്ക് ഓക്സിജൻ കൊടുക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായി, നേരിട്ട് അവരുടെ മൂക്കിലേക്ക് അടിച്ചു കയറ്റി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, അത് വെളിയിൽ വെക്കുക ചെയ്യുന്നത് അല്ലേ. അവരുടെ മൂക്കിനോട് ചേർന്നുള്ള ഭാഗത്ത് ഓപ്പൺ ആക്കി വിട്ടൊക്കെ ചെയ്യുന്നത്, മൂക്കിനുള്ളിലേക്ക് പോലും കയറ്റി വിടുന്നില്ല, അല്പം ഇങ്ങനെ അതിനോട് ചേർന്ന് ശ്വസിക്കുന്ന നാസാരന്ധങ്ങൾക്ക് ചേർന്ന് മാത്രമേ അത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ ഉൾപ്പെടെ അന്തരീക്ഷ ഓക്സിജനും ഈ കൃത്രിമ ഓക്സിജനും ഉൾപ്പെടെ അന്തരീക്ഷ എയറാണ് ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഹാനികരമായിരിക്കില്ല. പക്ഷെ അതേസമയത്ത് നേരിട്ട് അത് തന്നെ കൊടുത്താലോ ആൾ പെട്ടെന്ന് മരിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സീ ലെവലിൽ നിന്ന് ഒരു 5000 അടി പൊക്കത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് എത്ര ഉണ്ടെന്നറിയോ? അത് 20.5% മറ്റേ 20.9, സീ ലെവലിൽ 20.9% ഓക്സിജൻ ഉണ്ട്. പക്ഷേ ഒരു 5000 അടി ഹൈറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്ട് 20.5 താഴും. ഒരു 10000 അടി ഫീറ്റാണല്ലോ, അത് വീണ്ടും താഴും, 19.7% താഴും. വീണ്ടും 15000 അടിയൊക്കെ ആണെങ്കിൽ 18.5%. അതൊരു 30000 അടി ഹീറ്റ് മുഖത്തിലേക്കാണെങ്കിൽ 14.5, അങ്ങനെ അത് കുറയും. അപ്പോൾ അതുകൊണ്ട് ഈ പർവ്വതാരോഹണത്തിലൊക്കെ പോകുന്ന ആളുകൾ, വിശേഷിച്ച് ഈ എവറസ്റ്റൊക്കെ കയറിയെടുക്കാൻ പോകുന്ന ആൾക്ക് ചിലപ്പോൾ ബ്രീത്തിങ് പ്രോബ്ലമൊക്കെ ഉണ്ടാകുമ്പോൾ കൃത്രിമ ഓക്സിജൻ അവർ കരുതാറുണ്ട്. അപ്പോൾ മുകളിലേക്ക് പോകുന്നതോടെ അത് കുറയും. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ബ്ലെൻഡിങ്ങിൽ ഇരിക്കുന്നത്, നമുക്ക് ശ്വസിക്കാൻ കഴിയുന്ന വിധത്തിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലെൻഡിങ്ങിൽ ഈ ഓക്സിജൻ സെറ്റ് ചെയ്തിരിക്കുന്നത് സീ ലെവലിലാണ്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ആശയം നിങ്ങളോട് പറഞ്ഞു വരുന്നത്, ഓക്സിജൻ വളരെ നമുക്ക് ആവശ്യമുള്ള സംഗതിയാണെങ്കിൽ പോലും അത് ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലെൻഡിങ്ങിലൂടെ ഒരു കറക്റ്റ് പെർസെൻറ്റേജിൽ അത് കോമ്പിനേഷനിൽ അത് ചെയ്തേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഹാംഫുൾ അല്ലാതെ ശ്വസിക്കാൻ തക്കണം സാധിക്കുന്നത്. അത് നമുക്ക് വായു ശ്വസിക്കാതെ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതിനൊരു ബ്ലെൻഡിങ് ഉണ്ട്. ആ ബ്ലെൻഡിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ബ്ലെൻഡിങ് ഇങ്ങനെ കറക്റ്റ് വരാൻ തക്ക വിധത്തിൽ അതൊക്കെ ഒരു യാദൃച്ഛിക സംഭവമായിരിക്കുമോ? ഇതൊക്കെ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ ഇതിന് പിന്നിലില്ലേ അല്ലേ? ഓക്സിജൻ തന്നെ ശ്വസിച്ചാൽ ഹാനികരം, അതിൻ്റെ കൂടെ നൈട്രജൻ ആവശ്യമാണ്, മറ്റ് ഗ്യാസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡിങ്ങിൽ ഈ സംഗതി സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു ബുദ്ധി കേന്ദ്രമില്ലേ അല്ലേ? ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വിധത്തിൽ ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള സംഗതികൾ ഇതിൽ സെറ്റ് ചെയ്യണമെങ്കിൽ അത് കേവലം യാദൃച്ഛ്യമായിരിക്കില്ല. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്ന് നമുക്കിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ സാധിക്കുന്നില്ലേ? ഓക്സിജനെ കുറിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസ്, അതായത് ഈ ഓക്സിജൻ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സൈക്ലിംഗ് ഉണ്ട്. മനുഷ്യർ ഓക്സിജൻ ശ്വസിക്കുന്ന ജീവനുള്ള ഒത്തിരി സാധനങ്ങൾ ഓക്സിജൻ ശ്വസിക്കുന്നുണ്ട്. പിന്നെ തീ കത്താൻ ഓക്സിജൻ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഓക്സിജൻ വേണം. അപ്പോൾ ഓക്സിജൻ ഓരോ ദിവസവും വളരെയധികം കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് പോകണേ. അപ്പോൾ മരങ്ങൾ വിട്ട് നശിപ്പിക്കുന്നു, അതുപോലെ വനങ്ങൾ തീ പിടിച്ച് ഒത്തിരി നഷ്ടപ്പെടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഓക്സിജൻ്റെ അളവിൽ കുറവ് സംഭവിക്കില്ല ഗണ്യമായിട്ട്. അത് ചോദ്യമല്ല, അതെങ്ങനെ നികത്തപ്പെടുന്നു, അതിൻ്റെ റീസൈക്ലിംഗ് എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പങ്കുവയ്ക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കാട്ടി കാത്തിരിക്കുക. ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. അതുവരെ ഗുഡ് ബൈ.